അമേരിക്കയിലെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ജെഫ്രി എപ്സ്റ്റീൻ്റെ ഫയലുകൾ പുറത്തുവിടുകയുണ്ടായി. ണാത്മകമായ പരാമർശങ്ങൾ ലോക രാജ്യങ്ങളിൽ നേതാക്കന്മാർ, ട്രംപ് ഉൾപ്പെടെയുള്ള ആളുകളെക്കുറിച്ചുള്ള ഈ ഫയൽ പുറത്തുവിടാൻ ട്രംപ് ഭരിക്കുമ്പോഴും അമേരിക്കയിൽ സാധിക്കുന്നു എന്നത് അമേരിക്കയിൽ നിലനിൽക്കുന്ന ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നിഗൂഢമായ രാഷ്ട്രീയ വ്യവസ്ഥകളുടെ, രാഷ്ട്രീയ തർക്കങ്ങളുടെ, ഉപജാപങ്ങളുടെ, ബ്ലാക്ക് മെയിലുകളുടെ ഒരു ഇരുണ്ട ലോകമാണ് ജെഫ്രി എപ്സ്റ്റീൻ്റെ ഫയലുകൾ പുറത്തുവിടുന്നത്. ജെഫ്രി എപ്സ്റ്റീൻ നമ്മളൊക്കെ അറിഞ്ഞതുപോലെ പാം ബീച്ച് ഐലൻഡിൽ സ്വന്തമായി ഒരു ദ്വീപ് തന്നെ ഉള്ള വലിയ ഒരു ബിസിനസ് ടൈക്കൂണാണ്. കണക്ക് അധ്യാപകനായിരുന്നു. പിന്നീട് അദ്ദേഹം ഭ്രമിപ്പിക്കുന്ന ഒരു മായാ ലോകത്തിൻ്റെ ഉടമയായിരുന്നു. സ്വന്തമായി ബീച്ച് ഐലൻഡുകളും സ്വന്തമായി ഫ്ലൈറ്റുകളും ഒക്കെ ഉള്ള ജെഫ്രി എപ്സ്റ്റീൻ്റെ ലോകം വികൃതമായ ഇരുണ്ട ഒരു ലോകമുണ്ടായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ചൂഷണം ചെയ്ത വ്യക്തിയായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ. 2005 മുതൽ തന്നെ ജെഫ്രി എപ്സ്റ്റീനെതിരെയുള്ള കേസുകൾ പല കോടതികളിൽ വന്നെങ്കിലും പലപ്പോഴും വളരെ സ്മൂത്തായി ജെഫ്രി എപ്സ്റ്റീൻ പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഉറ്റ തോഴനാണ് ജെഫ്രി എപ്സ്റ്റീൻ. ജെഫ്രി എപ്സ്റ്റീൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ തന്നെയാണ് ട്രംപ് പല വിഷയങ്ങളിലും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇസ്രായേൽ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ അമേരിക്ക മുൻപന്തിയിൽ നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം അമേരിക്ക ഭരിച്ച ഒട്ടുമിക്ക പ്രസിഡന്റുമാരും ഈ ഫയലുകളിലുണ്ട്. ആ ഫയലുകൾ വെച്ചാണ് ഇസ്രായേൽ അമേരിക്കയെ ഭീഷണിപ്പെടുത്തുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ ഫയലുകളിൽ ആരുടെ പേരുകളുണ്ട് എന്നതല്ല, ആ ഫയലുകൾ എவ்விதമാണ് ഇസ്രായേലിനും അമേരിക്കക്കും അനുഗുണമായി ലോക രാജ്യങ്ങളിലെ ഡിപ്ലോമാറ്റിക് മേഖലയിൽ, നയതന്ത്ര ബന്ധങ്ങളിൽ പ്രവർത്തിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പുറത്തു വന്ന ഫയലുകളിൽ നിന്ന് ലോക രാഷ്ട്രങ്ങളെ എങ്ങനെയാണ് ഇസ്രായേൽ തങ്ങളുടെ വരുതിയിൽ നിർത്തിയത് എന്നതിൻ്റെ ഒരു ചിത്രീകരണമാണ് യഥാർത്ഥത്തിൽ ഈ ഫയലുകൾ. ഈ ഫയലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരുണ്ട്, അനിൽ അംബാനിയുടെ പേരുണ്ട്, ഹർദീപ് സിംഗ് പുരിയുടെ പേരുണ്ട്. ഫയൽ പുറത്തു വരുന്നതിന് മുമ്പും ആ ഫയൽ പുറത്തു വന്നതിന് ശേഷവും BBC-യിലും ദ ഗാർഡിയനിലും ബ്രിട്ടനിൽ അത് വലിയ വാർത്തയാണ്. അവിടെയുള്ള പ്രധാനമന്ത്രിമാർ ആരൊക്കെ ലിസ്റ്റിലുണ്ട് എന്ന ചർച്ച സജീവമായി അവിടെ നിലനിൽക്കുന്നു. ഫയലുകളിൽ പേര് ഉൾപ്പെട്ട ചില മന്ത്രിമാർ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് രാജിവെക്കുകയുണ്ടായി. അമേരിക്കയിൽ ട്രംപിനെതിരെ വലിയ കോളിളക്കം ഈ ഫയലുകളിലൂടെ സംഭവിക്കുന്നു. രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു, ചലനങ്ങൾ നടക്കുന്നു. എന്നാൽ ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത്? നരേന്ദ്രമോദിയുടെ പേര്, അനിൽ അംബാനിയുടെ പേര്, അതോടൊപ്പം ഇന്ത്യൻ ഡിപ്ലോമറ്റായി പിന്നീട് BJP-യിൽ ചേർന്ന് മന്ത്രിയായ ഹർദീപ് സിംഗ് പുരിയുടെ പേര്, ഇതൊക്കെ വന്നിട്ടും അതൊരു ചർച്ചാ വിഷയമാകുന്നില്ല. ഇന്ത്യയിലെ മാധ്യമങ്ങൾ അത് മുഖവിലക്കെടുക്കുന്നില്ല. 2017 നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ സന്ദർശനത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടി താളത്തിനൊത്ത് തുള്ളിയ ഒരാളായി നരേന്ദ്രമോദിയെ അവതരിപ്പിക്കുന്നു. ആ ഇമെയിൽ മുഖവിലക്കെടുക്കുകയാണെങ്കിൽ, ഡോക്യുമെൻറ്റിൻ്റെ ഒതൻറ്റിസിറ്റി, അതിൻ്റെ ആധികാരികത ഉറപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും നരേന്ദ്രമോദി ഉത്തരം പറയേണ്ട ചില കാര്യങ്ങൾ ആ വിഷയത്തിലുണ്ട്. ഇന്ത്യ അമേരിക്കയും ഇസ്രായേലുമായുള്ള സൗഹാർദ്ദത്തിൻ്റെ പിന്നിൽ ഇത്തരം പിമ്പുകളുടെ സാന്നിധ്യമുണ്ടോ, ഇത്തരം ബ്ലാക്ക് മെയിലുകൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന ന്യായമായ സംശയത്തിന് മറുപടി നൽകിയ തീരൂ. BJP-യുടെ തന്നെ സഹയാത്രികനായിരുന്ന സുബ്രഹ്മണ്യ സ്വാമി മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കാര്യത്തിൽ ചില സൂചനകൾ നൽകിയിരുന്നു. നെഹ്റുവിൻ്റെ പേര് കേൾക്കുമ്പോൾ ലേഡി മൗണ്ട് ബാറ്റൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്ന BJP, സോണിയാഗാന്ധിയെ പരിഹസിക്കുന്ന BJP, രാഹുൽ ഗാന്ധിയുടെ യാത്രകളെ പരിഹസിക്കുന്ന BJP, നിങ്ങളുടെ നേതാവായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തെ ഏറ്റവും വലിയ സ്ത്രീ പീഡകൻ്റെ ഡയറിയിൽ, ആ ഇമെയിലിൽ പരാമർശിക്കപ്പെടുന്നത് ഏറ്റവും കൾപ്രിറ്റായ സ്ത്രീ പീഡകനായ ഒരു മനുഷ്യനുമായി എന്തിന് നരേന്ദ്രമോദി ബന്ധപ്പെട്ടു? രാഷ്ട്രീയ വ്യവഹാരങ്ങൾക്കപ്പുറമുള്ള, നയതന്ത്ര ബന്ധങ്ങൾക്കപ്പുറമുള്ള അറിയാത്ത ഒരു ലോകം കൂടി നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉപജാപമായി പ്രവർത്തിച്ചു എന്നാണ് ഈ ഫയലുകൾ വ്യക്തമാക്കുന്നത്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.